Hello everyone, welcome back to Take It Easy. നമുക്ക് എ വെരി ഓൾഡ് മാൻ വിത്ത് എനോമസ് വിങ്സ് എന്നുള്ള ആ സ്റ്റോറിയുടെ ആക്ടിവിറ്റീസ് നോക്കാം കേട്ടോ. ഓക്കെ, ഒന്നാമത് ലെറ്റ്സ് റിവൈൻഡ് ആണ്. ലെറ്റ്സ് റിവൈൻഡ് അതിനകത്ത് കുറേ ക്വസ്റ്റ്യൻസ് ആണ്, 8 ക്വസ്റ്റ്യൻസോളം തന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം, ഓരോന്നോരോന്നായിട്ട് നോക്കാം കേട്ടോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കി. വാട്ട് ഈസ് ദ ഓൾഡ് മാൻസ് റോൾ ഇൻ ദ സ്റ്റോറി? ഹൗ ഡസ് ഹിസ് പ്രസൻസ് എഫക്റ്റ് പെലയോസ് ഫാമിലി? ഈ ഓൾഡ് മാൻ്റെ റോൾ എന്താണ് ഈ സ്റ്റോറിയിൽ? അദ്ദേഹത്തിൻ്റെ പ്രസൻസ് എങ്ങനെയാണ് ഈ ഫാമിലിയെ അഫക്റ്റ് ചെയ്യുന്നത്, ബാധിക്കുന്നത്? എങ്ങനെയാണ്? ദ ഓൾഡ് മാൻ ഇസ് എ സ്ട്രേഞ്ച് ഏഞ്ചൽ ലൈക്ക് പേഴ്സൺ. അയാൾ ഒരു സ്ട്രേഞ്ച് ആയിട്ടുള്ളൊരു മനുഷ്യനാണ്, ഒരു ഏഞ്ചലിനെ പോലെ തോന്നുന്നൊരു മനുഷ്യനാണ്. ഹിസ് പ്രസൻസ് ബ്രിങ്സ് മണി ആൻഡ് അറ്റൻഷൻ ടു ദ ഫാമിലി. ആർക്കും അറിയാത്തൊരു ഫാമിലി ആയിരുന്നു പെലയോ എലിസൻ്റെയും. പക്ഷേ ഇദ്ദേഹം വന്നതോടുകൂടി അയാളെ നാട്ടുകാർ അറിയാനും തുടങ്ങി. മാത്രമല്ല അവർക്ക് അത്യാവശ്യം പൈസയും കിട്ടി തുടങ്ങി. സോ ഇങ്ങനെയാണ് ഹിസ് പ്രസൻസ് ബ്രിങ്സ് മണി ആൻഡ് അറ്റൻഷൻ ടു ദ ഫാമിലി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. മെൻഷൻ എനി 2 traits ഓഫ് ദ ഓൾഡ് മാൻ ദാറ്റ് ഇംപ്രസ് യു. എന്താ പറയുന്നത്? ഈ വയസ്സായ മനുഷ്യൻ്റെ എന്തെങ്കിലും 2 ഗുണങ്ങളാണ് ചോദിക്കുന്നത്. ഹിസ് പേഷ്യൻസ് ആൻഡ് സ്ട്രെങ്ത് ഇംപ്രസ് മീ. അദ്ദേഹത്തിൻ്റെ ശക്തിയും പിന്നെ ക്ഷമയുമാണ് എന്നെ ഇംപ്രസ് ചെയ്തത് കേട്ടോ. ഹിസ് പേഷ്യൻസ് ആൻഡ് സ്ട്രെങ്ത് ഇംപ്രസസ് മീ. ഓക്കെ, അടുത്തത്. വാട്ട് എലമെൻറ്റ്സ് ഓഫ് ദ സ്റ്റോറി ഡു യു കൺസിഡർ മാജിക്കൽ? വൈ? ഈ സ്റ്റോറിയിൽ മാജിക്കലായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന എന്തൊക്കെ എലമെൻറ്റ്സ് ആണ് ഉള്ളത്? ദ ഓൾഡ് മാൻ ഹാവിങ് എനോമസ് വിങ്സ്. അതിനാണ് ഏറ്റവും മാജിക്കൽ അല്ലേ? എനോമസ് വിങ്സ്, ഒരു വിങ്സോട് കൂടി ഒരു മനുഷ്യൻ എന്നുള്ളതാണ് ഏറ്റവും വലിയ മാജിക്കലായിട്ടുള്ള കാര്യം. രണ്ടാമത്തത്, ഹിസ് എബിലിറ്റി ടു സർവൈവ് അൺയൂഷ്വലി ആൻഡ് ലേറ്റർ ഫ്ലൈ അവേ. എല്ലാ കണ്ടീഷനിൽ നിന്നും സർവൈവ് ചെയ്തേക്കാൾ അദ്ദേഹത്തിൻ്റെ കഴിവാണ് രണ്ടാമത്തത്. പിന്നെ എന്താണ്? അവസാനം അദ്ദേഹം പറന്നു പോകുന്നതുകൊണ്ട്. ഈ 2 കഴിവുകളാണ് എന്ത് മാജിക്കലായിട്ട് ഈ സ്റ്റോറിയിൽ പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. ഡിസ്ക്രൈബ് ദ ഓൾഡ് മാൻസ് ഫസ്റ്റ് ക്ലംസി അറ്റംപ്റ്റ്സ് അറ്റ് ഫ്ലൈറ്റ്. എന്താണ്? പറക്കാൻ വേണ്ടിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ശ്രമത്തെക്കുറിച്ച് പറയലാണ്. ദ ഓൾഡ് മാൻ സ്ട്രഗിൾഡ് ടു മൂവ് ഹിസ് വിങ്സ്. അദ്ദേഹം കുറേ കഷ്ടപ്പെട്ടാണ് വിങ്സ്, ആ ചിറകുകളൊന്ന് അനക്കിയത്. ദ ഓൾഡ് മാൻ സ്ട്രഗിൾഡ് ടു മൂവ് ഹിസ് വിങ്സ്. കുറേ കഷ്ടപ്പെട്ട് ചിറകുകൾ അനക്കി. ഹിസ് അറ്റംപ്റ്റ്സ് വെർ വീക്ക് ആൻഡ് അൺസ്റ്റഡി ആൻഡ് ഹീ കുഡ് നോട്ട് ഫ്ലൈ പ്രോപ്പർലി അറ്റ് ഫസ്റ്റ്. അങ്ങനെയായിരുന്നു ആദ്യം, വളരെ അൺസ്റ്റഡി അല്ല അല്ലേ? അദ്ദേഹം നേരെ നിൽക്കാൻ പോലും പറ്റുന്നില്ല. എഴുന്നേക്കാൻ നോക്കി വീണു, പിന്നെയും എഴുന്നേക്കാനും പറക്കാനും നോക്കി പിന്നെയും വീണു. അങ്ങനെ വളരെ വീക്ക്, ക്ഷീണിച്ചിട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ അറ്റംപ്റ്റൊക്കെ. അങ്ങനെ അദ്ദേഹത്തിന് ആദ്യമൊന്നും ശരിക്കും പറക്കാൻ വേണ്ടി പറ്റിയില്ല. അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഹാപ്പൻസ് ടു ദ ഓൾഡ് മാൻസ് പോപ്പുലാരിറ്റി ഇൻ ദ കോഴ്സ് ഓഫ് ടൈം? ഈ ഓൾഡ് മാൻ്റെ പോപ്പുലാരിറ്റിക്ക് എന്താണ് പിന്നീട് സംഭവിച്ചത്? ദ ഓൾഡ് മാൻസ് പോപ്പുലാരിറ്റി ഡിക്രീസ്ഡ് ഓവർ ടൈം ആസ് എ ട്രാവലിംഗ് ഷോ അറൈവ്ഡ് വിത്ത് എ വുമൺ ഹു ഹാഡ് ടേൺഡ് ഇൻ ടു എ സ്പൈഡർ. എപ്പോഴാണ് പറഞ്ഞത്? ഒരു ട്രാവലിംഗ് ഷോ വന്നു അല്ലേ? ഒരു സ്ത്രീ സ്പൈഡറായി, ഇടിയും മിന്നലും കൊണ്ട് സ്പൈഡറായി മാറിയ ഒരു സ്ത്രീയെയും കൊണ്ട് ഒരു ട്രാവലിംഗ് ഷോ വന്നപ്പോഴാണ് ഈ ഓൾഡ് മാൻ്റെ പോപ്പുലാരിറ്റി, ജനങ്ങളുടെ ഇടയിലുള്ള പോപ്പുലാരിറ്റി കുറഞ്ഞു വന്നത്. അടുത്തത്. പിക്ക് ഔട്ട് ഇൻസ്റ്റൻസസ് ഫ്രം ദ സ്റ്റോറി. സന്ദർഭം തിരഞ്ഞെടുക്കുക. കഥയിൽ നിന്നും സന്ദർഭങ്ങൾ തിരഞ്ഞെടുക്കുക. ഒന്നാമത്തത് ഇമാജിനറി ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് സാങ്കല്പികമായിട്ടുള്ളത്. എനോമസ് വിങ്സ് എന്നുള്ളത് സാങ്കല്പികമാണ് അല്ലേ? ആർക്കും അങ്ങനെ ഒരിക്കലും ചിറകോട് കൂടിയൊന്നും ഉണ്ടാവില്ല. സോ അതൊരു സാങ്കല്പികമായിട്ടുള്ള കാര്യമാണ്. മഡ് കവേർഡ് ബോഡി, ഫുൾ ചളിയിൽ പൂന്ന് കിടക്കുന്ന ബോഡി എന്നുള്ളത്. പിന്നെ ഡേർട്ടി ഹാഫ് പ്ലഗ്ഡ് വിങ്സ്. പിന്നെ എന്താണ്? സ്പൈഡർ വുമൺ. ഇതൊക്കെ ഇമാജിനറി ആയിട്ടുള്ള കാര്യമാണ്. ഇനി സിമിലി എന്ന് പറഞ്ഞാൽ സാമ്യം തോന്നി, സാമ്യമുള്ളത്, അതുപോലെ എന്ന് പറയുന്നില്ലേ? അതുപോലെ എന്താ പറയുന്നത്? ലൈക്ക് എ റാക്ക് പിക്കർ എന്ന് പറയുന്നുണ്ട് അല്ലേ? വേസ്റ്റ് എടുക്കാൻ വരുന്ന ആളെ പോലെ എന്ന് പറയുന്നുണ്ട്. പിന്നെ ലൈക്ക് എ ഡ്രഞ്ച് ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ. ആകെ ക്ഷീണിച്ച് നനഞ്ഞ് കുതിർന്ന ഒരു ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ പോലെ തോന്നുന്നുണ്ട്. പിന്നെ പറയുന്നുണ്ട് ലൈക്ക് എ സർക്കസ് ആനിമൽ, ഒരു സർക്കസ് ആനിമൽ പോലെ എന്നും പറയുന്നുണ്ട്. പിന്നെ മാജിക്കലായിട്ടുള്ള എലമെൻറ്റ്സ്, മാന്ത്രികമായിട്ടുള്ള കാര്യങ്ങൾ ഏതൊക്കെയാണ്? വിങ്സ് മാജിക്കലാണ്. ഏഞ്ചലിനെ പോലെയുള്ള സ്വഭാവം എന്ന് പറയുന്നത് മാജിക്കലാണ്. എബിലിറ്റി ടു ഹീൽ ഡിസീസസ്, അസുഖം മാറ്റാനുള്ള കഴിവ്, അത് മാജിക്കലാണ്. പിന്നെ എബിലിറ്റി ടു ഫ്ലൈ, പറക്കാനുള്ള കഴിവ് മാജിക്കലായിട്ടുള്ള ഒരു എബിലിറ്റിയാണ്. അടുത്തത് 7ാമത്തത്. ഓൾട്ടർനേറ്റീവ് എൻഡിങ്. എന്താണ്? ഇപ്പോൾ ഈ കഥയുടെ സ്റ്റോറി അതല്ലായിരുന്നു, എൻഡിങ് അങ്ങനെ അല്ലാണ്ട് അയാൾ പറന്നു പോകാണ്ട് വേറൊരു എൻഡിങ് നമ്മളോട് സജസ്റ്റ് ചെയ്യാനാണ് പറയുന്നത്. വേറെ രീതിയിൽ ആ കഥ അവസാനിപ്പിക്കാനാണ് പറയുന്നത്. എങ്ങനെ പറയാം നമുക്ക്? ഇൻസ്റ്റെഡ് ഓഫ് ഫ്ലൈയിങ് എവേ the old man could have stayed and helped people and they might have learned kindness and respect. എന്താണ്? അയാൾ പറന്നു പോകണ്ടായിരുന്നു അല്ലേ? അയാൾ അവിടെ തന്നെ നിന്നിട്ട് ആൾക്കാരെയൊക്കെ ഹെൽപ്പ് ചെയ്യണമായിരുന്നു, ആൾക്കാരെയൊക്കെ സഹായിക്കുകയൊക്കെ വേണമായിരുന്നു. പിന്നെ മാത്രമല്ല അവരെയൊക്കെ കൈൻഡ്നെസ്, ദയയും ബഹുമാനം എന്താണെന്നൊക്കെ എല്ലാ ജനങ്ങളെയും പഠിപ്പിക്കാൻ കൂടി വേണ്ടിയിരുന്നു എന്നാണ് പറയുന്നത് അല്ലേ? നല്ലൊരു എൻഡിങ് അല്ലേ അങ്ങനെയാണെങ്കിൽ? യെസ്. അടുത്തത് 8ാമത്തെ ക്വസ്റ്റ്യൻ. ഹൂ സഫേഴ്സ് ദ മോസ്റ്റ് ഇൻ ദ സ്റ്റോറി? വാട്ട് ഡസ് ഇറ്റ് ടെൽ യു? ആരാണ് ഈ കഥയിൽ ഏറ്റവും കൂടുതൽ സഫർ ചെയ്ത് അനുഭവിച്ചത് ആരാണെന്ന്? ഓക്കെ, ആരാണ്? ദ ഓൾഡ് മാൻ സഫേഴ്സ് ദ മോസ്റ്റ് ബിക്കോസ് ഹീ ഈസ് ട്രീറ്റഡ് ബാഡ്ലി ആൻഡ് മിസ്അണ്ടർസ്റ്റുഡ്. ഈ ഏഞ്ചലിനെയാണല്ലേ, ഈ ഓൾഡ് മാനാണ് എല്ലാവരും മിസ്അണ്ടർസ്റ്റുഡ് ചെയ്തത്. ഏഞ്ചലാണെന്ന് വിചാരിച്ചിട്ട്, ഓൾഡ് മാനും ഏഞ്ചലാണെന്ന് വിചാരിച്ചിട്ട് എല്ലാവരും കൂടുതലായിട്ട് മോശമായിട്ട് പെരുമാറിയതും മോശമായി ട്രീറ്റ് ചെയ്തൊക്കെ ഇയാളെയാണ്, ഓൾഡ് മാനെയാണ്.
The story teaches us the importance of kindness, empathy and compassion towards others. നമ്മൾ മറ്റുള്ളവരോട് ദയയും സ്നേഹമൊക്കെ കരുണയൊക്കെ ഉള്ള ആൾക്കാരായിരിക്കണം അല്ലേ. അതിൻ്റെ ഇമ്പോർട്ടൻസ് എത്രയാണ് എന്നാണ് നമുക്ക് ഈ കഥ പറഞ്ഞു തരുന്നത്. അടുത്തത്, go through the story again and list the physical and other traits of the old man and of Pelayo and Elisenda. എലിസൻ്റെയും പെലയോയുടെയും ഓൾഡ് മാൻ്റെയും സവിശേഷതകൾ എഴുതാൻ വേണ്ടിയാണ് പറയുന്നത്. ഒന്നുകൂടി ടെക്സ്റ്റ് ബുക്ക് വഴി പോയി വായിച്ച് സവിശേഷതകൾ ഇവിടെ എഴുതാൻ വേണ്ടിയാണ് പറയുന്നത്. അത് ഫിസിക്കൽ ട്രേറ്റ്സ് വേണം, പേഴ്സണാലിറ്റി വേണം, സിഗ്നിഫിക്കൻസ് ഇൻ ദ സ്റ്റോറി. ഓക്കെ, ഇത്രയാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ നോക്കാം എങ്ങനെയാണ്. ഓൾഡ് മാൻ്റെ ഫിസിക്കൽ ട്രേറ്റ്സ് എന്തൊക്കെയാണ്, ശാരീരികമായിട്ട് കാണാൻ പറ്റുന്ന ഗുണങ്ങളിലെ സവിശേഷതകൾ എന്തൊക്കെയാണ്. ഒന്ന്, വളരെ ഓൾഡ് ആൻഡ് ഫ്രെയിൽ, വളരെ ക്ഷീണിച്ച് ദുർബലമായിട്ടുള്ള അവസ്ഥയാണ്. എനോമസ് വിങ്സ് ഉണ്ട്, വലിയ ചിറകുകളുണ്ട്. ഡേർട്ടി ആൻഡ് ഷാബി, വളരെ അഴുക്കും അല്ലേ ജീർണിച്ച അവസ്ഥയാണ്. വീക്ക് ആൻഡ് ഹെൽപ്ലെസ്, ടയേർഡാണ്, ഒരാളുടെ സഹായം വേണ്ട അവസ്ഥയാണ്. വെരി ഫ്യൂ ഹെയർസ്, തലയിലാകെ കുറച്ച് മുടിയേ ഉള്ളൂ. വെരി ഫ്യൂ ടീത്ത്, പല്ലുകളും അങ്ങനെ തന്നെ വളരെ കുറച്ചേ ഉള്ളൂ. അതാണ് ഓൾഡ് മാൻ്റെ ഫിസിക്കൽ ട്രേറ്റ്സ് കിട്ടിയത്. ഓക്കെ, ഇനി നിങ്ങൾക്ക് കിട്ടുന്നത് അവിടെ ഫില്ല് ചെയ്യും കേട്ടോ. ഇനി അടുത്തത് പേഴ്സണാലിറ്റി ട്രേറ്റ്സ്. മിസ്റ്റീരിയസ് ആണ് അല്ലേ, അദ്ദേഹം വളരെ നിഗൂഢത നിറഞ്ഞൊരു മനുഷ്യനാണ്. പേഷ്യൻ്റ്, വളരെ ക്ഷമയുള്ള ഒരാളാണ്. സൈലൻ്റ് ആണ്, ആരോടൊന്നും മിണ്ടാണ്ട് സൈലൻ്റായിട്ട് ഇരിക്കുന്ന ആളാണ്. എൻഡ്യൂറിങ് ആണ്, സഹനശക്തിയുള്ള വ്യക്തിയാണ്. ഇനി സിഗ്നിഫിക്കൻസ് ഇൻ ദ സ്റ്റോറി, കഥയിൽ അദ്ദേഹത്തിൻ്റെ പ്രാധാന്യം അല്ലെങ്കിൽ സിഗ്നിഫിക്കൻസ് എന്താണ്. റെപ്രസെൻറ്റ്സ് ദ വീക്ക് ആൻഡ് ദ വൾണറബിൾ, എന്താണ് വീക്കായിട്ടുള്ള ആളുകളെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. പിന്നെ സിമ്പിൾ ഓഫ് ഫെയ്ത്ത് ആൻഡ് മിസ്റ്ററി, വിശ്വാസത്തിൻ്റെയും നിഗൂഢതയുടെയും സിമ്പിളായിട്ട് അദ്ദേഹം പ്രതീകമായിട്ട് അദ്ദേഹം ഉണ്ട്. പിന്നെ എന്താണ് സിമ്പിളൈസസ് നെഗ്ലക്റ്റഡ് ഹ്യൂമാനിറ്റി, അവഗണിക്കപ്പെട്ട ഹ്യൂമാനിറ്റിയെ കുറിച്ച് അതിൻ്റെയൊക്കെ ഒരു സിമ്പിളാണ് അദ്ദേഹം. പിന്നെ ഷോസ് ഹൗ സൊസൈറ്റി ട്രീറ്റ്സ് ദ അൺയൂഷ്വൽ, ഈ അൺയൂഷ്വൽ ആയിട്ടുള്ള ആൾക്കാരെ അല്ലെ, യൂഷ്വൽ അല്ലാത്ത സ്വാഭാവികമായിട്ടുള്ള അല്ലാത്ത ആൾക്കാരെ എങ്ങനെയാണ് നമ്മുടെ സൊസൈറ്റി ട്രീറ്റ് ചെയ്യുന്നതും കൂടി കാണിക്കുന്നു. ഇത്രയൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ സിഗ്നിഫിക്കൻസ് ഇൻ ദ സ്റ്റോറി. ഇനി പെലയോൻ്റെ ഫിസിക്കൽ ട്രേറ്റ്സ്. യങ് ആൻഡ് സ്ട്രോങ്, വളരെ യങ്ങും സ്ട്രോങ്ങും ആണ്, ചെറുപ്പക്കാരനാണ്, വളരെ ശക്തിയുള്ള മനുഷ്യനാണ്. ഓർഡിനറി അപ്പിയറൻസ് ആണ്, വളരെ സാധാരണമായിട്ടുള്ള അപ്പിയറൻസ് ആണ് അദ്ദേഹത്തിൻ്റെത്. ഹാർഡ് വർക്കിംഗ് ആണ്, വളരെ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള വ്യക്തിയാണ്. പിന്നെ പേഴ്സണാലിറ്റി ട്രേറ്റ്സ് എന്തൊക്കെയാണ്. വളരെ പ്രാക്ടിക്കൽ മൈൻഡുള്ള ഒരു വ്യക്തിയാണ്. റെസ്പോൺസിബിൾ ആണ്, ഉത്തരവാദിത്വം നല്ലോണം ഉണ്ട്. സെൽഫിഷ്, കുറച്ച് സ്വാർത്ഥതയുള്ള വ്യക്തിയാണ്. പിന്നെ ഓപ്പർച്യൂണിസ്റ്റിക് ആണ് അല്ലേ, അവസരവാദി കൂടിയാണ് അല്ലേ. എന്താണ് സെൽഫിഷ് എങ്ങനെയാവുന്നത്, അയാളെ ഇതിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അല്ലേ, പൈസ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നു. ഓപ്പർച്യൂണിസ്റ്റിക് എന്ന് പറഞ്ഞാൽ ആ പൈസയൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി നോക്കുന്നു. ഇനി എന്താണ് സിഗ്നിഫിക്കൻസ് ഇൻ ദ സ്റ്റോറി. റെപ്രസെൻറ്റ്സ് ഓർഡിനറി പീപ്പിൾ, സാധാരണക്കാരെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഷോസ് ഹ്യൂമൻ ഗ്രീഡ്, മനുഷ്യൻ്റെ അത്യാഗ്രഹത്തെ പ്രതിനിധീകരിക്കുന്നു. അതുപോലെ അനുകമ്പയും ദയൊന്നും ഇല്ലാത്ത ഒരാളല്ലേ. റിഫ്ലക്ട്സ് ലാക്ക് ഓഫ് കമ്പാഷൻ, അനുകമ്പ ഇല്ലായ്മയെ പ്രതിനിധീകരിക്കുന്നു പെലയോ. ഇനി എലിസെൻ്റ എന്താണ് ഫിസിക്കൽ ട്രേറ്റ്സ്. ഷീസ് യങ് ആൻഡ് ആക്റ്റീവ് വുമൺ, യങ് ആണ്, വളരെ ആക്റ്റീവായിട്ടുള്ള വുമണാണ്. വെയേഴ്സ് കോസ്റ്റ്ലി ഔട്ട്പുട്ട്, പിന്നെ ആകുമ്പോഴത്തേക്കും കോസ്റ്റ്ലി ആയിട്ടുള്ള ഔട്ട്പുട്ട് ഇടാൻ ഇഷ്ടപ്പെട്ടത് സ്ത്രീയായി മാറുന്നു. പിന്നെ പേഴ്സണാലിറ്റി ട്രേറ്റ്സ് ആകുമ്പോഴത്തേക്കും ലവിങ് ആണ്, കെയറിങ് മദറാണ് അല്ലേ, നല്ല സ്നേഹമുള്ള അമ്മയാണ്. ഗ്രീഡിയാണ് അഗെയിൻ, സെൽഫിഷാണ്, ഒട്ടും ക്ഷമയില്ലാത്തൊരു വ്യക്തി കൂടിയാണ്. ഇംപേഷ്യൻ്റ് ആണ്. ഇനി സിഗ്നിഫിക്കൻസ് ഇൻ ദ സ്റ്റോറി. റെപ്രസെൻറ്റ്സ് ഹ്യൂമൻ ഗ്രീഡ് ആൻഡ് പ്രാക്ടിക്കാലിറ്റി, മനുഷ്യൻ്റെ ദുരാഗ്രഹവും അതുപോലെ തന്നെ പ്രാക്ടിക്കൽ ബുദ്ധിയുള്ളൊരു സ്ത്രീയാണെന്ന് കാണിക്കുന്നു. പിന്നെ ഷോസ് ലാക്ക് ഓഫ് എമ്പതി, ഒട്ടും സ്നേഹമില്ലാത്തൊരു വ്യക്തിയാണ്, അനുകമ്പയൊന്നും കാണിക്കാത്തൊരു വ്യക്തി തന്നെയാണ് എലിസൻ്റെയും. ഡിസയേഴ്സ് എ റിച്ച് ആൻഡ് സ്റ്റൈലിഷ് വേ ഓഫ് ലിവിങ്, കുറച്ച് റിച്ചായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ്. അതുകൊണ്ടാണ് പൈസ കിട്ടിയ പാട് വില കൂടി ഡ്രസ്സും ചെരുപ്പൊക്കെ വാങ്ങിയത്. അടുത്തത്, നൗ വിത്ത് ദ ഇൻഫർമേഷൻ യു ഹാവ് ഗ്യാതേർഡ് റൈറ്റ് ബ്രീഫ് ക്യാരക്ടർ സ്കെച്ചസ് ഓഫ് ദി ഓൾഡ് മാൻ, പെലയോ ആൻഡ് എലിസെൻ്റ. നമ്മളിപ്പോൾ തൊട്ട് മുമ്പിലത്തെ ആക്ടിവിറ്റി ചെയ്തത് എന്താണ്, അവരുടെ കുറച്ച് ട്രേറ്റ്സ്, ഫിസിക്കൽ ട്രേറ്റ്സും പേഴ്സണാലിറ്റി ട്രേറ്റ്സൊക്കെ നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട്. അത് വെച്ചിട്ട് ഈ മൂന്നാളുടെയും ക്യാരക്ടർ സ്കെച്ചസ് തയ്യാറാക്കാനാണ് പറയുന്നത്. അവരുടെ സ്വഭാവശേഷത്തെക്കുറിച്ചൊരു ഒരു പാരഗ്രാഫ് എഴുതാൻ വേണ്ടിയാണ് നമ്മൾ പറയുന്നത് കേട്ടോ. സോ ആദ്യം തന്നെ ഓൾഡ് മാനെ കുറിച്ചുള്ളതാണ്, നോക്കാമല്ലോ. ദ ഓൾഡ് മാൻ വാസ് വെരി ഓൾഡ്, വീക്ക് ആൻഡ് ഡേർട്ടി, വളരെ ക്ഷീണിച്ച് അവശനായിട്ടുള്ള വ്യക്തിയാണ്. ഡേർട്ടിയാണ്, അഴുക്കാണ് മുഴുവൻ. ഹി ഹാഡ് ലാർജ് വിങ്സ് ബട്ട് ദേ വെർ മഡി ആൻഡ് ഡാമേജ്ഡ്, വലിയ ചിറകുകളുണ്ട് പക്ഷേ അത് മുഴുവൻ ചെളി പിടിച്ച് ഡാമേജ് ആയി കിടക്കുന്ന അവസ്ഥയിലാണ്. ഹി ഓൾസോ ഹാഡ് വെരി ലിറ്റിൽ ഹെയർ ആൻഡ് വെരി ഫ്യൂ ടീത്ത് ആൻഡ് ഹിസ് അപ്പിയറൻസ് ഡിഡ് നോട്ട് ഷോ എനി ഗ്രാൻഡ്. എന്താണ്, അദ്ദേഹത്തിന് കുറച്ച് തലയിൽ വളരെ കുറച്ച് മുടിയും കുറച്ച് പല്ലുകൾ മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിന് ആ ഒരു അപ്പിയറൻസ് തന്നെ അദ്ദേഹത്തിൻ്റെ മഹത്വത്തെ ഇല്ലാതാക്കുന്നതും ചെയ്യുന്നുണ്ട്. Despite this, he was patient and calm, even when people treated him badly. ഇങ്ങനെയൊക്കെയാണെങ്കിൽ അദ്ദേഹം എന്താണ്, വളരെ ക്ഷമയുള്ളയാളും വളരെ ഒരു ദേഷ്യം വരാത്ത വളരെ ക്ഷമയുള്ള വ്യക്തിയാണ് അല്ലേ. കാം ആൻഡ് ക്വയറ്റ് ആണ്. ആൾക്കാരൊക്കെ അദ്ദേഹത്തോട് മോശമായി പെരുമാറിയെങ്കിൽ അദ്ദേഹം ആരോട് പോലും അതിന് വിട്ട് പെരുമാറിയിട്ടില്ല, ദേഷ്യപ്പെട്ടിട്ടില്ല. ഹി റിമെയിൻ ക്വയറ്റ് ആൻഡ് ടോളറൻറ്റ് വിത്തൗട്ട് കംപ്ലൈനിങ്, ആരോടും കംപ്ലൈൻറ്റ് പറയാണ്ട് വളരെ ക്വയറ്റായിട്ട് ശാന്തനായിട്ട് ക്ഷമയോടുകൂടി ഇരുന്നു, എല്ലാം സഹിച്ചിട്ടിരുന്നു. മോർ ഓവർ ഹി വാസ് സ്ട്രോങ് ആൻഡ് എൻഡ്യൂറിങ്
ആസ് ഹി സർവൈവ്ഡ് ഹാഷ് കണ്ടീഷൻസ്. വളരെ സഹനശക്തിയുള്ള വ്യക്തി കൂടിയാണ് അദ്ദേഹം. കാരണം എല്ലാ കണ്ടീഷൻസും അദ്ദേഹം തരണം ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഹി ഓൾസോ സീം ടു പൊസസ് സൂപ്പർ നാച്ചുറൽ പവേഴ്സ് സച്ച് ആസ് ദ എബിലിറ്റി ടു ഹീൽ ഡിസീസസ്. അദ്ദേഹത്തിന് സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള കഴിവ്, ദൈവികമായിട്ടുള്ള അല്ലെങ്കിൽ എന്താണ് മനുഷ്യനില്ലാത്ത തരത്തിലുള്ള കഴിവുകൾ അദ്ദേഹത്തിനുണ്ട്. എന്താണ്, അസുഖം മാറ്റുക അല്ലേ, കുട്ടിയുടെ പനിയൊക്കെ മാറ്റി, അതുപോലെ അസുഖം മാറ്റുന്ന പോലുള്ള ഡിസീസസ് ഒക്കെ മാറ്റുന്ന പോലെയുള്ള ദൈവികമായിട്ടുള്ള കഴിവുകളും അദ്ദേഹത്തിനുണ്ട്. ഇത് ക്യാരക്ടർ സ്കെച്ച് ഓഫ് പെലയോ. പെലയെക്കുറിച്ചുള്ളതാണ്. പെലയോ ഈസ് എ ഹാർഡ് വർക്കിംഗ് മാൻ ഹു സ്ട്രഗിൾസ് ടു മേക്ക് എ ലിവിങ്. ഹി ഈസ് ഓൾസോ എ ലവിങ് ആൻഡ് റെസ്പോൺസിബിൾ ഫാമിലി മാൻ. വളരെ കുറച്ച് കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു സാധാരണ മനുഷ്യനാണ് പെലയോ. ഹാർഡ് വർക്കിംഗ് ആണ് വളരെ. അദ്ദേഹം വളരെ വീടിനോട് ഉത്തരവാദിത്വവും സ്നേഹമുള്ളൊരു വ്യക്തിയാണ്. ഹവർ ഹി ഈസ് വെരി ഗ്രീഡി ആൻഡ് മേക്സ് മണി ബൈ എക്സ്പ്ലോയിറ്റിംഗ് എ ഹെൽപ്ലെസ് മാൻ. വളരെ ഗ്രീഡി കൂടിയാണ് അല്ലേ, അത്യാഗ്രഹമുള്ള മനുഷ്യനാണ്. കാരണം ഒരു ഹെൽപ്ലെസ് ആയിട്ടുള്ള സഹായം അല്ലെ, ഒരു ആരുടെയും സഹായം ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയിലുള്ള ഒരു വ്യക്തിയെ, ദുർബലനായിട്ടുള്ളൊരു വ്യക്തിയെ ഉപയോഗിച്ച് പൈസ ഉണ്ടാക്കാൻ വേണ്ടി അദ്ദേഹം ശ്രമിച്ചു. എക്സ്പ്ലോയിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ചൂഷണം ചെയ്യട്ടെ, അതായത് ചൂഷണം ചെയ്യാണ് ചെയ്തത് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഹി ഷോസ് ലിറ്റിൽ ലവ് ഓർ കമ്പാഷൻ ടുവേർഡ്സ് അതേഴ്സ്. ഹി ഷോസ് ലിറ്റിൽ ലവ് എന്ന് വെച്ചാൽ ഒട്ടും സ്നേഹം കാണിച്ചില്ല എന്നാണ് അർത്ഥം കേട്ടോ. ലിറ്റിൽ ലവ്, എ ലിറ്റിൽ ലവ് എന്നുള്ള വ്യത്യാസമുണ്ട്. എ ലിറ്റിൽ ആൻഡ് എ ലിറ്റിൽ. ഇവിടെ ലിറ്റിൽ എന്ന് പറഞ്ഞാൽ ഒട്ടും തന്നെ കാണിച്ചിട്ടില്ല എന്നുള്ള അർത്ഥമാണ്. ഒട്ടും സ്നേഹവും ദയയും ഒന്നും അവരോട് അനുകമ്പയൊന്നും കാണിച്ചിട്ടില്ല മറ്റുള്ളവരോട്. അറ്റ് ദ സെയിം ടൈം ഹി ഈസ് പ്രാക്ടിക്കൽ ഇൻ ഹിസ് തിങ്കിങ്. When he started earning money, he gave up his job and improved his standard of living. വളരെ പ്രാക്ടിക്കലായിട്ടുള്ള മനുഷ്യൻ കൂടിയാണ് അല്ലേ. ഇയാളെ വെച്ച് പൈസ ഉണ്ടാക്കിയപ്പോൾ ആ പൈസ കൊണ്ട് അദ്ദേഹം ജോലിയൊക്കെ വിട്ട് പുതുതായിട്ട് ജീവിക്കാനുള്ള മാർഗ്ഗം അദ്ദേഹം ഉണ്ടാക്കി. സോ ഹി ഈസ് വെരി പ്രാക്ടിക്കൽ, ഹി ഈസ് എ പ്രാക്ടിക്കൽ മാൻ. അടുത്തത് ക്യാരക്ടർ സ്കെച്ച് ഓഫ് എലിസൻഡ. എലിസൻഡ ഈസ് എ ലവിങ് ആൻഡ് കെയറിങ് മദർ ആൻഡ് എ സപ്പോർട്ടീവ് വൈഫ്. വളരെ കെയറിങ്ങും സ്നേഹമുള്ള കെയറും ശ്രദ്ധയൊക്കെയുള്ള ഒരു അമ്മയാണ്. വളരെ ഹസ്ബൻഡിനെ സഹായിക്കുന്ന ഒരു വൈഫ് കൂടിയാണ്. അറ്റ് ദ സെയിം ടൈം she is a clever and cunning woman who made money by exploiting a helpless person. Same as പെലയോ. എന്താണ്, വളരെ കണ്ണിങ് ആണ് അല്ലേ, വളരെ കുശാഗ്രബുദ്ധിയുള്ള വ്യക്തിയാണ്. ഒരു പാവ മനുഷ്യനെ ഉപയോഗിച്ച് പൈസ ഉണ്ടാക്കിയ ക്ലവർ ആയിട്ടുള്ള വ്യക്തി കൂടിയാണ് എലിസൻഡ. ഷി ഡിസയേഴ്സ് എ ലക്ഷൂറിയസ് ലൈഫ് സ്റ്റൈൽ ആൻഡ് ഈസ് ഡ്രിവൺ ബൈ ഹെർ വിഷ് ഫോർ കംഫർട്ട് ആൻഡ് വെൽത്ത്. അവൾ ആഗ്രഹിക്കുന്നത് വളരെ ലക്ഷൂറിയസ് ആയിട്ടുള്ള ലൈഫാണ്. കാരണം അതുകൊണ്ടാണ് പൈസ കിട്ടിയപാട് തന്നെ വലിയ വീടുണ്ടാക്കിയതും വില കൂടിയ സാരിയും വില കൂടിയ പട്ടുവസ്ത്രങ്ങളും ചെരുപ്പും ഒക്കെ വാങ്ങിയത്. അങ്ങനെ ആ ഒരു ആഗ്രഹത്താലാണ് അതാണ് അവളെ നയിക്കുന്നത്, ആ ആഗ്രഹങ്ങളാണ് അവളെ നയിക്കുന്നത്. However, once her needs were satisfied, Elisenda became impatient and began to see the man who helped her earn money as a burden. പൈസയെല്ലാം ഇഷ്ടംപോലെ ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഈ മനുഷ്യൻ എന്താണ്, ഈ ഓൾഡ് മാൻ ഒരു ശല്യം പോലെ അവൾക്ക് തോന്നി തുടങ്ങി. അയാൾ പോയാൽ മതി എന്നുള്ള അവസ്ഥയിലേക്ക് എത്തി. സോ വളരെ ഇംപേഷ്യൻ്റ്, ക്ഷമയില്ലാത്തൊരു വ്യക്തി കൂടിയാണ് എലിസൻഡ. അടുത്തത്, the news of the sudden appearance of a very old man with enormous wings spreads rapidly in the neighborhood. One of the local residents comes across a notice advertising the opportunity to see the angel for 5 cents. He is deeply saddened by the treatment of the elderly man. He decides to write a letter to the editor expressing his concern. Let's go through the letter. എന്താണ്, ഇയാളെ 5 സെൻറ്റ് കാണിക്കാമെന്നുള്ള രീതിയിൽ പരസ്യമൊക്കെ കൊടുത്തിരുന്നു എലിസൻ്റെയും പെലയും കൂടിയിട്ട്. അത് അവിടെ താമസിക്കുന്ന ഒരാൾ, വൺ ഓഫ് ദി റെസിഡൻസിൽ ഒരാളത് കാണാനും അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. കാരണം ഒരു മനുഷ്യനെ വെച്ച് ഇങ്ങനെ പൈസ ഉണ്ടാക്കുന്നതെന്നൊക്കെ ഓർത്ത് സങ്കടം തോന്നിയിട്ട് അതിനെക്കുറിച്ചൊരു ലെറ്റർ ഒരു പത്രത്തിൻ്റെ എഡിറ്റോറിയൽ ബോർഡിന് എഴുതാൻ വേണ്ടി അദ്ദേഹം തീരുമാനിച്ചു. ഇനി ആ ലെറ്ററാണ് ഇവിടെ തന്നിരിക്കുന്നത്, നമുക്കത് നോക്കാം. ടു ദി എഡിറ്റർ, നെയിം ഓഫ് ദി ന്യൂസ് പേപ്പർ ഉണ്ട്, പിന്നെ പ്ലേസ് ഓഫ് പബ്ലിക്കേഷൻ. സർ, I am writing to express my deep concern over the harsh treatment of the very old man with enormous wings who was recently discovered in our neighborhood. ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് പെട്ടെന്ന് വന്ന ഒരു മനുഷ്യൻ്റെ, വളരെ വയസ്സായിട്ടുള്ള ഒരു മനുഷ്യൻ, ചിറകോട് കൂടിയ മനുഷ്യനെ ട്രീറ്റ് ചെയ്യുന്ന രീതിയെക്കുറിച്ച് ഒരു കൺസേണാണ് ഞാനിവിടെ എഴുതാൻ പോകുന്നത്. The mysterious elderly man is locked up in a chicken coop and subjected to ridicule and harassment. ഈ മനുഷ്യനെ ഒരു കോഴിക്കോട്ടിട്ട് അടച്ചു വെച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന് വളരെ തരത്തിലുള്ള ഹരാസ്മെൻ്റ് ഒക്കെ നടക്കുന്നുണ്ട്. ഹീ ഈസ് ബീങ് എക്സ്പ്ലോയിറ്റഡ് ഫോർ ഫിനാൻഷ്യൽ ഗെയിൻ. പൈസയ്ക്ക് വേണ്ടി അദ്ദേഹത്തെ ദുരുപയോഗം ചെയ്തുകൊണ്ടിരിക്കലാണ്. ദിസ് ഈസ് എ ഷെയിംഫുൾ റിഫ്ലക്ഷൻ ഓൺ ദ ക്യാരക്ടർ ഓഫ് അവർ സൊസൈറ്റി. നമ്മുടെ സൊസൈറ്റിയിൽ വളരെ നാണം കെട്ടൊരു അവസ്ഥയാണ് ഇത് കാണിക്കുന്നത്. അവർ ലാക്ക് ഓഫ് കമ്പാഷൻ ആൻഡ് റെസ്പെക്ട് ഫോർ ദ ഡിഗ്നിറ്റി ഓഫ് അതേഴ്സ് ഇസ് ഡിപ്ലോറബിൾ. നമുക്ക് മറ്റു മനുഷ്യരോട് നമ്മൾ കാണിക്കുന്ന എന്താണ് കമ്പാഷൻ, സ്നേഹമില്ലായ്മയും അനുകമ്പയില്ലായ്മയും ഒക്കെ കാണിക്കുന്നത് പരിതാപകരമായിട്ടൊരു അവസ്ഥയാണ്. As a community, we should be ashamed of our actions. We claim to be caring and compassionate, but our treatment of this vulnerable individual tells a different story.
നമ്മൾ ഈ സമൂഹത്തിലുള്ളവർ എന്താണ് ലജ്ജിക്കേണ്ട അവസ്ഥയാണ് ഇപ്പോൾ. നമ്മൾ അവകാശപ്പെടുന്നത് എന്താണ്? വളരെ സ്നേഹവും ദയയുള്ള ആൾക്കാരും നമ്മൾ അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഈ ഒരു മനുഷ്യനോട് കാണിക്കുന്ന അദ്ദേഹത്തിനോടുള്ള രീതി എന്ന് പറയുന്നത് വളരെ ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കഥയാണ്. May I request you to cover this story in the pages of your esteemed newspaper. This would impel the leaders of the community to ensure the old man's safety and well-being. We must provide him with the care and respect he deserves. സിൻസിയർലി എസ് ഡി നെയിം എന്താ പറയുന്നത്, നിങ്ങൾ ദയവേദി ഇത് പത്രത്തിൽ കൊടുക്കണം. അങ്ങനെ ആകുമ്പോഴത്തേക്കും ഇത് ഇവിടുത്തെ അധികൃതരുടെ കണ്ണ് തുറപ്പിക്കുക, അല്ലെങ്കിൽ അവരിത് പ്രതികരിക്കാൻ വേണ്ടി അവരെ പ്രേരിപ്പിക്കും. അങ്ങനെ ഈ മനുഷ്യന് നമുക്ക് വേണ്ട റെസ്പെക്റ്റ്, ദി ഓൾഡ് മാന് കൊടുക്കേണ്ട റെസ്പെക്റ്റും സ്നേഹവും കെയറും ഒക്കെ നമ്മൾ കൊടുക്കേണ്ടതാണ്. അത് നമുക്ക് ഈ പത്രത്തിൽ വാർത്ത വരുന്നതോടുകൂടി കൊടുക്കാൻ വേണ്ടി കഴിയുമെന്നാണ് പറയുന്നത്. അപ്പോൾ നോക്കൂ, ദി എഡിറ്റർ ഓഫ് ദ ന്യൂസ് പേപ്പർ സെൻസ് എ റിപ്പോർട്ടർ ടു ഇൻവെസ്റ്റിഗേറ്റ് ആൻഡ് റിപ്പോർട്ട് ദി ഇൻസിഡൻറ്റ്. പ്രിപ്പയർ ദ ലൈക്ലി ന്യൂസ് റിപ്പോർട്ട്. അങ്ങനെ ലെറ്റർ പോയത് പ്രകാരം എഡിറ്റർ എന്ത് ചെയ്തു, ഒരാളെ അന്വേഷിക്കാൻ വേണ്ടി വിട്ടിട്ട് അദ്ദേഹം ഉണ്ടാക്കിയ ഒരു റിപ്പോർട്ടാണ് കാണുന്നത്. അതുപോലെ ഒരു റിപ്പോർട്ടാണ് നമ്മളോട് തയ്യാറാക്കാൻ വേണ്ടി പറയുന്നത് കേട്ടോ. സോ നോക്കാലോ എങ്ങനെയാണ് ഉണ്ടാവുകയെന്ന്. മിസ്റ്റീരിയസ് വിങ്ഡ് ഓൾഡ് മാൻ എക്സ്പ്ലോയിറ്റഡ് ബൈ ലോക്കൽസ്. അതാണ് മെയിൻ ഹെഡിങ്. അതിനൊരു സബ് ഹെഡിങ് ഉണ്ട്, വില്ലേജേഴ്സ് ടേൺ മിസ്റ്റീരിയസ് മാൻ ഇൻ ടു എ പെയ്ഡ് അട്രാക്ഷൻ. എന്താണ് ഹെഡിങ് എന്ന് പറയുന്നത്? വളരെ ഒരു വിചിത്രമായിട്ടുള്ള ചിറകോട് കൂടിയൊരു മനുഷ്യനെ ലോക്കൽസ് നാട്ടുകാർ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു, ചൂഷണം ചെയ്യുന്നതാണ് ഹെഡിങ്. അത് തന്നെ ആ മനുഷ്യനെ, മിസ്റ്റീരിയസ് ആയിട്ടുള്ള മാനെ പെയ്ഡ് അട്രാക്ഷൻ, അതിൻ്റെ പൈസയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് സബ് ഹെഡിങ്. ബൈ ഗൗതം, സ്റ്റാഫ് റിപ്പോർട്ടർ ABC ന്യൂസ്. വെറുതെ ഒരു ന്യൂസ് പേപ്പറിൻ്റെ പേര് കൊടുത്ത് ഒരു സ്റ്റാഫ് റിപ്പോർട്ടർ പേരും കൊടുത്താണ് കേട്ടോ. കേരള 8 March 2026. A strange incident has shocked the residents of a small coastal village. ഒരു തീരപ്രദേശത്തുള്ള ചെറിയൊരു ഗ്രാമത്തിൽ ഒരു വളരെ ഞെട്ടിക്കുന്ന ഒരു സംഭവം നടന്നിരിക്കുകയാണ്. വേർ എ വെരി ഓൾഡ് മാൻ വിത്ത് ഇനോമസ് വിങ്സ് വാസ് റീസെൻ്റ്ലി ഡിസ്കവേർഡ്. അവിടെ ഒരു ചിറകോട് കൂടി ഒരു മനുഷ്യനെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അവിടെയാണ് ഇപ്പോൾ ഒരു ഞെട്ടിക്കുന്ന വാർത്ത വരുന്നത്. ഇൻസ്റ്റെഡ് ഓഫ് ഓഫറിംഗ് ഹെൽപ്പ്, ദ ലോക്കൽസ് ഹാവ് റിപ്പോർട്ടഡ്ലി കൺഫൈൻഡ് ഹിം ടു എ ചിക്കൻ കൂപ്പ് ആൻഡ് ആർ ചാർജിങ് വിസിറ്റേഴ്സ് 5 cents ടു സീ ഹിം. അതാണ് സഹായിക്കുന്നതിന് പകരം ഈ മനുഷ്യനെ ഒരു കോഴിക്കൂടിലിട്ട് പൂട്ടിരിക്കുകയാണ്. കൂടാതെ ആൾക്കാരിൽ നിന്ന് 5 cent വീതം ഇയാളെ കാണുന്നതിന് വേണ്ടി ചാർജ് ചെയ്യുകയും ചെയ്യുന്നു. Eyewitnesses state that the old man appears weak and disoriented, yet he is being treated as a spectacle rather than a human being. ദൃക്സാക്ഷികൾ പറയുന്നത് എന്താണ്? അദ്ദേഹം ഒരു വളരെ ക്ഷീണിച്ച അവശനായ മനുഷ്യനാണ്. എങ്കിൽ പോലും അദ്ദേഹത്തെ ഒരു കാഴ്ച വസ്തുവായിട്ടാണ് അവർ പരിഗണിച്ചിരിക്കുന്നത്. ഒരു മനുഷ്യൻ എന്നുള്ള ഒരു കൺസിഡറേഷൻ അയാൾക്ക് കൊടുത്തിട്ടില്ല എന്നാണ് ഐ വിറ്റ്നസ്, ദൃക്സാക്ഷികൾ പറയുന്നത്. പിന്നെന്താ? Many visitors have gathered out of curiosity, turning the situation into a profitable attraction. ഒരുപാട് കാഴ്ചക്കാരിലെ വിസിറ്റേഴ്സ് വന്നു ഇയാളെ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആൾക്കാർ കൂടുന്നതോടുകൂടി എന്തായി, ഇവർക്ക് ഈ വീട്ടുകാർക്ക് കൂടുതൽ പൈസ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് എന്നാണ് പറയുന്നത്. കൺസേൺ സിറ്റിസൻസ് ഹാവ് റേസ്ഡ് ദെയർ വോയിസസ് അഗെയിൻസ്റ്റ് ദിസ് ഇൻഹ്യൂമൻ ആക്ട്. ദ അതോറിറ്റീസ് ഷുഡ് ടേക്ക് ഇമ്മീഡിയറ്റ് സ്റ്റെപ്സ് ടു ഗീവ് ദ മാൻ ദ കെയർ ഹി ഡിസേർവ്സ് ആൻഡ് ടു സെറ്റ് ഹിം ഫ്രീ. കുറച്ച് ആളുകളെങ്കിലും, കൺസേൺഡ് ആയിട്ടുള്ള കുറച്ച് ആളുകളെങ്കിലും ഇതിനെതിരെ ശബ്ദം ഉയർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അധികാരികൾ എത്രയും പെട്ടെന്ന് ഇതിനെതിരെ ഒരു ആക്ഷൻ എടുത്ത് ഈ പാവപ്പെട്ട മനുഷ്യന് വേണ്ടത് ഫ്രീഡവും അദ്ദേഹത്തെ അവിടെ നിന്ന് മോചിപ്പിക്കുകയും വേണമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഇനി അടുത്തത് എന്താണെന്ന് നോക്കി. വിത്ത് ദി അറൈവൽ ഓഫ് ദ വെരി ഓൾഡ് മാൻ വിത്ത് എനോമസ് വിങ്സ്, Peleov's life changes. He notes his concerns in his diary. Write the likely diary entry. ഈ ഓൾഡ് മാൻ വന്നതോടുകൂടി പെലെയുടെ ജീവിതത്തിൽ മുഴുവൻ മാറ്റങ്ങളുണ്ടായി. അപ്പോൾ അതിനെക്കുറിച്ച് അദ്ദേഹം എഴുതുന്ന ഒരു ഡയറി എൻട്രി, എന്നിട്ടുണ്ടാവുന്ന കൺസേൺസ്, അയാളുടെ ടെൻഷനും കാര്യങ്ങളെക്കുറിച്ച് അയാൾ എഴുതുന്ന ഒരു ഡയറി എൻട്രി എങ്ങനെ ഇരിക്കുമെന്നാണ് ചോദിക്കുന്നത്. നമ്മളോട് എഴുതാനാണ് പറയുന്നത് കേട്ടോ. 6 March 2026 ഒരു ഡേറ്റ് കൊടുക്കല്ലേ, ഡയറി എഴുതുമ്പോൾ എപ്പോഴും ഡേറ്റ് ഉണ്ടാവും കേട്ടോ. ദാറ്റ് ഡേ ഹാസ് ബീൻ എ വെരി സ്ട്രേഞ്ച് ആൻഡ് കൺഫ്യൂസിങ് ഡേ. ആ ദിവസം എനിക്ക് വളരെ വിചിത്രവും കൺഫ്യൂസിങ് ആയിട്ടുള്ള ദിവസമായിരുന്നു. എ വെരി ഓൾഡ് മാൻ വിത്ത് ഹ്യൂജ് വിങ്സ് ഹാസ് കം ടു അവർ ലൈഫ്സ് അൺഎക്സ്പെക്റ്റഡ്ലി. പ്രതീക്ഷിക്കാണ്ട് ഒരു മനുഷ്യൻ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു, വലിയ ചിറകൊക്കെ ആയിട്ട്. അറ്റ് ഫസ്റ്റ് ഐ വാസ് ഷോക്ക്ഡ് ആൻഡ് സ്കെയർഡ് ബിക്കോസ് ഐ ഹാഡ് നെവർ സീൻ എനിത്തിങ് ലൈക്ക് ദാറ്റ് ബിഫോർ. ആദ്യം എനിക്ക് ഭയങ്കര പേടിയും ആകാംക്ഷയൊക്കെ ആയി, കാരണം ഇങ്ങനെയൊരു കാഴ്ച ഞാൻ ഒരിക്കലും കണ്ടിട്ടുണ്ടായിരുന്നില്ല മുമ്പ്, ചിറകൊക്കെ ഉള്ളൊരു മനുഷ്യനെ. വി ഡിഡ് നോട്ട് നോ വാട്ട് ടു ഡു, സോ വി ലോക്ക്ഡ് ഹിം ഇൻ ദ ചിക്കൻ കൂപ്പ്. ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാത്തതുകൊണ്ട് ഞങ്ങൾ അദ്ദേഹത്തെ ഒരു കോഴിക്കൂട്ടിലിട്ട് പൂട്ടി. നൗ മെനി പീപ്പിൾ ആർ കമ്മിങ് ടു സീ ഹിം ആൻഡ് വി ആർ ചാർജിങ് മണി. കുറേ ആൾക്കാർ ഇപ്പോൾ അദ്ദേഹത്തെ കാണാൻ വേണ്ടി വരുന്നുണ്ട്, അതിന് ഞങ്ങൾ പൈസയും ചാർജ് ചെയ്യുന്നുണ്ട്. ദോ ദിസ് ഹെൽപ്ഡ് us ഫിനാൻഷ്യലി, ഐ എം നോട്ട് ഫീലിംഗ് ഹാപ്പി. ഇത് ഞങ്ങളെ ഫിനാൻഷ്യലി സഹായിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഞാൻ ശരിക്കും അത്ര സന്തോഷവാനല്ല. ദ ഓൾഡ് മാൻ ലുക്സ് വീക്ക് ആൻഡ് ഹെൽപ്ലെസ്. ആ ഓൾഡ് മാൻ വളരെ വീക്കും എല്ലാ കാര്യങ്ങൾക്കും ഒരാളുടെ സഹായം വേണ്ട ഒരു അവസ്ഥയാണ്, വളരെ ദയനീയമായിട്ടുള്ള അവസ്ഥയാണ്.
സംടൈംസ് ഐ ഫീൽ വി ആർ ട്രീറ്റിംഗ് ഹിം ബാഡ്ലി. ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഞങ്ങൾ അവനെ വളരെ മോശമായിട്ട്, അയാളെ വളരെ മോശമായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നതെന്ന് തോന്നുന്നു. ഐ ആം കൺഫ്യൂസ്ഡ് വെദർ വാട്ട് വി ആർ ഡൂയിങ് ഈസ് റൈറ്റ് ഓർ റോങ്. ഞാൻ വളരെ കൺഫ്യൂസ്ഡ് ആണ്, കാരണം ഞങ്ങൾ ഇയാളോട് ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്ന കാര്യത്തിൽ എനിക്ക് അറിയില്ല. ഞാൻ വളരെ കൺഫ്യൂസ്ഡ് ആണ്. ഹാവ് വി ബിക്കം ടു ഗ്രീഡി? ഞങ്ങൾ ഒരുപാട് അത്യാഗ്രഹികളായി മാറിപ്പോയോ? സ്റ്റിൽ വി മൂവ് ഫോർവേഡ് ഹോപ്പിംഗ് എവറിത്തിങ് വിൽ ബി ഫോർ ദ ബെസ്റ്റ്. എന്നാലും ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്, എല്ലാം നല്ലതിന് വേണ്ടി ആയിരിക്കും എന്ന് ചിന്തിച്ചുകൊണ്ട്. അടുത്തത് എക്സാമിൻ ദ പിക്ചർ കെയർഫുള്ളി. ഒരു ചിത്രം തന്നിട്ടുണ്ട്, അത് വളരെ ശ്രദ്ധയോടുകൂടി നിരീക്ഷിക്കാനാണ് പറയുന്നത്. വാട്ട് ഡസ് ദ പിക്ചർ ടെൽ യു? റൈറ്റ് എ ഫ്രേസ് ഓർ സെൻറ്റൻസസ് എബൌട്ട് ഇറ്റ്. ഈ പിക്ചർ നിങ്ങൾക്ക് എന്താണ്, ഈ പിക്ചർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല, അല്ലെങ്കിൽ ഈ ചിത്രം എന്താണ് നിങ്ങളോട് പറയുന്നത്, അതിനെക്കുറിച്ച് ചെറിയൊരു ഫ്രേസ് എഴുതാൻ വേണ്ടിയാണ് പറയുന്നത്. ഒരു ലൈൻ അല്ലെങ്കിൽ ഒരു സെൻറ്റൻസ് എഴുതാൻ വേണ്ടിയാണ് പറയുന്നത്. എന്താണ് ഈ പിക്ചർ പറയുന്നത്? ദ പിക്ചർ ടെൽസ് us that we should help and support people who are helpless. ഹെൽപ്ലെസ് ആയിട്ടുള്ള ആൾക്കാരെ നമ്മൾ സഹായിക്കണം എന്നാണ് ഈ ചിത്രം പറയുന്നത്. ഹെൽപ്പിംഗ് ഹാൻഡ്സ് ആർ ബെറ്റർ ദാൻ പ്രേയിങ് ലിപ്സ് എന്ന് എഴുതാം നമുക്കൊരു ഫ്രേസ് ആയിട്ടല്ലേ. ഹെൽപ്പിംഗ് ഹാൻഡ്സ് ആർ ബെറ്റർ ദാൻ പ്രേയിങ് ലിപ്സ്. എന്താണ് പ്രേ ചെയ്യുന്ന, അയ്യോ അവർക്ക് നല്ലത് വരണേന്ന് പ്രേ ചെയ്യുന്ന ലിപ്സിനേക്കാളും എത്രയോ നല്ലതാണ് ചെറുതായിട്ട് ഒരു കൈത്താങ്ങ് നൽകുന്ന കൈ എന്നാണ് പറയുന്നത്, ഹെൽപ്പ് ചെയ്യുന്ന കൈ. സോ ഓൾവേസ് നമ്മളൊക്കെ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യണം എന്നാണ് ഈ സ്റ്റോറിയും ഈ ഒരു പിക്ചറൊക്കെ നമ്മോട് പറയുന്നത് അല്ലേ. അടുത്തത് നൗ റീഡ് ദ ഫോളോയിങ് ഫ്രേസസ്. താഴെ കുറച്ച് ഫ്രേസസ് തന്നിട്ടുണ്ട്, അത് വായിക്കാനാണ് പറയുന്നത്. ഒന്നാമത്തെ എന്താണ്? ബിലീവ് ഇൻ ദി ഇമ്പോസിബിൾ. അസാധ്യമായ കാര്യങ്ങൾ പോലും വിശ്വസിക്കുക. ദ ഫ്യൂച്ചർ ഈസ് നൗ. ഭാവി ഇവിടെയാണ് അല്ലെങ്കിൽ ഇപ്പോഴാണ് എന്നർത്ഥം. പാസ്പോർട്ട് ടു അഡ്വഞ്ചർ. സാഹസിക യാത്രയിലേക്കുള്ള പാസ്പോർട്ട് അല്ലെങ്കിൽ സാഹസിക യാത്രയ്ക്ക് വേണ്ടിയുള്ള പ്രവേശന കവാടം എന്നൊക്കെയുള്ള അർത്ഥം. കളേഴ്സ് ഓഫ് ഇമാജിനേഷൻ. സങ്കല്പങ്ങളുടെ നിറങ്ങൾ. മൈൻഡ്ഫുൾ മൊമെൻറ്റ്സ്. സന്തോഷത്തിൻ്റെ അല്ലെങ്കിൽ വികാരങ്ങൾ, നല്ല സന്തോഷമുള്ള നിമിഷങ്ങൾ, സന്തോഷം അനുഭവിക്കുന്ന നിമിഷങ്ങൾ എന്നർത്ഥം കേട്ടോ. അടുത്ത് ഗുഡ് വൈബ്സ് ഓൺലി. നല്ല വികാരങ്ങൾ അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ മാത്രം. ഇനി എന്താ ചോദിക്കുന്നത്? ഡു യു ഫൈൻഡ് ദീസ് ഫ്രേസസ് ഇൻട്രസ്റ്റിംഗ്? ഈ ഫ്രേസസൊക്കെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ്, താല്പര്യമുള്ളതായിട്ട് തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ എന്തുകൊണ്ട്? ശരിക്കും നല്ല ഫ്രേസസ് ആണ് ഇതൊക്കെ അല്ലേ, എല്ലാം പോസിറ്റീവായിട്ടുള്ള ഫ്രേസസ് ആണ്. സോ യെസ്, ഐ ഫൈൻഡ് ദീസ് ഫ്രേസസ് ഇൻട്രസ്റ്റിംഗ് because they give positive messages and inspire us to think creatively and live happily. നമ്മളെ സന്തോഷത്തോടു കൂടി ജീവിക്കാനും ക്രിയേറ്റീവായിട്ട് ചിന്തിക്കാനൊക്കെ ഈ മെസ്സേജസ്, ഈ ഫ്രേസസ് നമ്മളെ സഹായിക്കും. സോ അതുകൊണ്ട് തന്നെ ഈ ഫ്രേസസ് എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഇനി അടുത്ത് നോക്കിയേ. എ ക്യാപ്ഷൻ ഈസ് എ ടൈറ്റിൽ ഓർ ബ്രീഫ് എക്സ്പ്ലനേഷൻ ഓഫ് എ പിക്ചർ, ആൻ ഇല്ലസ്ട്രേഷൻ, എ കാർട്ടൂൺ ഓർ എ പോസ്റ്റർ. ഒരു ക്യാപ്ഷൻ, അതിൻ്റെ ഹെഡിങ് എന്ന് പറയുന്നത് ആ ചിത്രത്തെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതിയിലായിരിക്കണം. അത് ആ ഹെഡിങ് വായിക്കുമ്പോൾ തന്നെ നമുക്ക് ആ പിക്ചറിനെ മനസ്സിലാക്കാൻ പറ്റണം. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് ഒരു 3 പിക്ചർ തന്നിട്ടുണ്ട്, അതിന് പറ്റിയ ക്യാപ്ഷൻസ് എഴുതാനാണ് പറയുന്നത്. നൗ റൈറ്റ് സ്യൂട്ടബിൾ ക്യാപ്ഷൻസ് ഫോർ ദ ഫോളോയിങ്. ഒന്നാമത്തെ പിക്ചർ നോക്കൂ. ഹെൽപ്ലെസ് ആയിട്ടുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ സഹായം ചെയ്യുക എന്നുള്ള അർത്ഥമാണ് അല്ലേ. കെയർ ഫോർ ദ വോയിസ്ലെസ് എന്ന് എഴുതാം. കെയർ, ശ്രദ്ധ, ശബ്ദമില്ലാതെ ശ്രദ്ധിക്കാൻ പറ്റാത്തവർക്ക് വേണ്ടിയുള്ള ശ്രദ്ധ. കെയർ ഫോർ ദ വോയിസ്ലെസ്. അടുത്ത ഒരു അമ്മയും മോനും കെട്ടിപ്പിടിച്ചിരിക്കുന്നതാണ് അല്ലേ. ദ വാംത്ത് ഓഫ് എ മദേഴ്സ് ഹഗ്. അമ്മയുടെ സ്നേഹത്തിൻ്റെ ഊഷ്മളത, അമ്മയുടെ ഹഗ്ഗിൻ്റെ കെട്ടിപ്പിടിക്കലിൻ്റെ ഊഷ്മളത, സ്നേഹം, ചൂട് എന്നൊക്കെയുള്ള അർത്ഥം. അടുത്ത റൈഡിങ് ഓൺ ഡ്രീംസ്. സ്വപ്നത്തിലേക്കുള്ള യാത്ര, റൈഡിങ് ഓൺ ഡ്രീംസ്. ഇങ്ങനെ നമുക്ക് ഇഷ്ടമുള്ളത് അവിടെ എഴുതാട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്യാപ്ഷൻസ് കണ്ടുപിടിച്ച് അവിടെ എഴുതുക. ഇത് ജസ്റ്റ് എനിക്ക് തോന്നിയ ക്യാപ്ഷൻസ് എഴുതിയെന്ന് മാത്രമാണ്. ഇനി നോക്ക്. കണ്ടക്ട് എ ക്യാപ്ഷൻ റൈറ്റിംഗ് കോൺടെസ്റ്റ് ഇൻ യുവർ ക്ലാസ്. യു മേ ക്രിയേറ്റ് എ വീഡിയോ മോണ്ടാഷ് ഓഫ് ദ പിക്ചേഴ്സ് and their captions to be displayed in your school. Your teacher will help you. എന്താണ് പറയുന്നത്? നിങ്ങളിപ്പോൾ ഉണ്ടാക്കിയ കുറച്ച് വീഡിയോസും പിക്ചേഴ്സൊക്കെ വെച്ചിട്ട് നിങ്ങൾക്കൊരു എല്ലാം കൂടി കൂട്ടി ഉണ്ടാക്കിയിട്ട് ഒരു ചിത്രമോ അല്ലെങ്കിൽ ഒരു വീഡിയോ, ഒരു സിനിമ പോലെ അല്ലെങ്കിൽ ഒരു ഡോക്യുമെൻ്ററി പോലെയൊക്കെ തയ്യാറാക്കുക. അതിനാണ് മോണ്ടാഷ് എന്ന് പറയുന്നത്. മോണ്ടാഷ് എന്ന് ഉദ്ദേശം എന്താണ്? അവിടെ താഴെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ പ്രൊനൗൺസിയേഷൻ. മോൺടാഷ്, MAW എന്ന് പറയുമ്പോൾ മോൺടാഷ് എന്നാണ് വായിക്കട്ടെ. MONTAGE എന്നുവെച്ചാൽ എ പിക്ചർ ഫിലിം ഓർ പീസ് ഓഫ് മ്യൂസിക് വിച്ച് കൺസിസ്റ്റ് ഓഫ് സെവറൽ ഡിഫറെൻറ്റ് തിങ്സ് പുട്ട് ടുഗെദർ. അവിടുന്ന് ഇവിടുന്നൊക്കെ എടുത്ത കുറേ ഭാഗങ്ങൾ യോജിപ്പിച്ചിട്ടുണ്ടാക്കുന്ന ഒരു പിക്ചറോ അല്ലെങ്കിൽ ഒരു ഫിലിം, ഒരു വീഡിയോ ആണോ അല്ലെങ്കിൽ ഒരു മ്യൂസിക് ആൽബം പോലെയൊക്കെയുള്ള ഉണ്ടാക്കുന്നതിനെയാണ് മോണ്ടാഷ് എന്ന് പറയുക. സോ അങ്ങനെ നിങ്ങളോട് ഉണ്ടാക്കാനാണ് പറയുന്നത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് യുവർ ടീച്ചർ. ഇനി നോക്കൂ. ദി ഓൾഡ് മാൻ ഈസ് ട്രീറ്റഡ് ഡിഫറെൻ്റ്ലി ബൈ വേരിയസ് ക്യാരക്ടേഴ്സ് ഇൻ ദ സ്റ്റോറി. ദിസ് ഈസ് എ റിഫ്ലക്ഷൻ ഓൺ ഹ്യൂമൻ നേച്ചർ. ഡിസ്കസ് ഇൻ ഗ്രൂപ്പ്സ് ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ബിലോ. ഈ ഓൾഡ് മാനെ ഇതിനകത്തുള്ള നമ്മുടെ സ്റ്റോറിയിലുള്ള ഓരോ ക്യാരക്ടേഴ്സും ട്രീറ്റ് ചെയ്തിരിക്കുന്നത് വേറെ വേറെ രീതിയിലാണ്. അവരൊക്കെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് ഇവിടെ എഴുതാൻ പറയുന്നത്. ഈ ട്രീറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഒരു ഹ്യൂമൻ നേച്ചർ, അവരുടെ ഹ്യൂമൻ നേച്ചറാണ് കാണിക്കുന്നത്. ആ മനുഷ്യൻ്റെ, ഈ ആൾക്കാരുടെ ഹ്യൂമൻ നേച്ചറാണ് കാണിക്കുന്നത്.
സോ അത് എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾ ഗ്രൂപ്പായി ഡിസ്കസ് ചെയ്ത് ഈ താഴെ തന്നിരിക്കുന്ന സ്പേസിൽ എഴുതാനാണ് പറയുന്നത് കേട്ടോ. എന്തൊക്കെയാണ് എഴുതേണ്ടത്? ക്യാരക്ടറിൻ്റെ നെയിം തന്നിട്ടുണ്ട് ഒരു സൈഡിൽ, ഇൻസ്റ്റൻസസ് ഫ്രം ദ സ്റ്റോറി ഓൺ ഹൗ ദ ട്രീറ്റ് ദി ഓൾഡ് മാൻ, പിന്നെ ആറ്റിറ്റ്യൂഡ് ടു ദി ഓൾഡ് മാൻ. അയാൾ ഈ സ്റ്റോറിയിലുള്ള ഇൻസ്റ്റൻസസ് കാണിക്കണം, അയാളോട് എങ്ങനെ ട്രീറ്റ് ചെയ്തു എന്നുള്ളത്. പിന്നെ ആറ്റിറ്റ്യൂഡ്, അയാളോട് കാണിക്കുന്ന ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് എഴുതണം. ആദ്യം പെലയോ എന്താ ചെയ്തത്? ലോക്സ് ദി ഓൾഡ് മാൻ ഇൻ എ ചിക്കൻ കൂപ്പ്, യൂസസ് ഹിം ടു ഏൺ മണി. അയാൾ ഒരു കോഴിക്കൂട്ടിലിട്ട് അടച്ചു, പൈസയ്ക്ക് വേണ്ടി അദ്ദേഹത്തെ യൂസ് ചെയ്തു. ഷോഡ് നോ ലവ് ഓർ കമ്പാഷൻ, ഒരു സ്നേഹവും ഒരു അനുകമ്പയൊന്നും കാണിച്ചില്ല. അടുത്തത് എലിസൻ്റെ എന്താ ചെയ്തത്? ട്രീറ്റ്സ് ഹിം ആസ് എ ബേർഡൻ അറ്റ് ഫസ്റ്റ്, ആദ്യം ഒരു ശല്യമായിട്ട് കണ്ടു. ലേറ്റർ ചാർജസ് പീപ്പിൾ ടു സീ ഹിം, പിന്നീട് ആൾക്കാരുടെ അടുത്ത് പൈസ, ഇയാളെ കാണാൻ വേണ്ടി പൈസ മേടിച്ചു. ഇവഞ്ച്വലി ഇഗ്നോർസ് ഹിം, പിന്നെന്താണ് പൈസ ഒക്കെ കിട്ടി കുറച്ച് കഴിഞ്ഞപ്പോൾ ഇയാളെ ഇഗ്നോർ ചെയ്യാൻ തുടങ്ങി. ഇവളും എന്താണ് ചെയ്യുന്നത്? എലിസൻ്റെ എന്താണ് ചെയ്യുന്നത്? യൂസ്ഡ് ഹിം ഓൺലി ടു ഏൺ മണി ആൻഡ് ലേറ്റർ അവോയ്ഡഡ് ഇഗ്നോർഡ് ഹിം. നെയ്ബർ വുമൺ എന്ത് ചെയ്തു? ക്ലെയിംസ് ഹീസ് എൻ ഏഞ്ചൽ, ഒരു ഏഞ്ചലാണെന്ന് ക്ലെയിം ചെയ്തു. ഗിവ്സ് സ്ട്രേഞ്ച് എക്സ്പ്ലനേഷൻസ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ കൊടുത്തു അല്ലേ, കുട്ടിയെ രക്ഷിക്കാൻ അല്ലെങ്കിൽ കുട്ടിയെ എന്താണ് കൊണ്ടുപോകാൻ വേണ്ടി വന്ന ഏഞ്ചലാണെന്നൊക്കെയുള്ള രീതിയിലുള്ള സ്ട്രേഞ്ച് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസ് ഒക്കെ നെയ്ബർ വുമൺ കൊടുത്തു. വളരെ സൂപ്പർസ്റ്റിഷ്യസും ഫിയർഫുള്ളും മിസ്ഗൈഡും ചെയ്യുന്ന പെണ്ണുങ്ങളാണ് ആര്? നെയ്ബർ വുമൺ. ക്രൗഡാണ്. ക്രൗഡ് കംസ് ടു സീ ഹിം ആസ് എ സ്പെക്ടക്കിൾ, ത്രോസ് ഫുഡ്, മോക്സ് ആൻഡ് ടെസ്റ്റ് ഹിം. എന്താണ് അദ്ദേഹത്തെ ഒരു കാഴ്ച വസ്തുവായിട്ടാണ് വന്ന് കാണുന്നത് അല്ലേ. എന്നിട്ട് അദ്ദേഹത്തിന് നേരെ ഫുഡും കാര്യങ്ങളൊക്കെ അയാളെ കളിയാക്കുകയൊക്കെ ചെയ്തു. പിന്നെന്താണ് ഫുഡ് വലിച്ചെറിഞ്ഞു അയാളുടെ മേലൊക്കെ ചെയ്തു. പിന്നെ ആറ്റിറ്റ്യൂഡ് എന്താണ്? യൂസ്ഡ് ഹിം ഫോർ എൻ്റർടൈൻമെൻറ്റ് ആൻഡ് ട്രീറ്റഡ് ഹിം വിത്തൗട്ട് എനി കമ്പാഷൻ. അദ്ദേഹത്തെ ഒരു എൻ്റർടൈൻമെൻറ്റുള്ള വസ്തുവായിട്ടാണ് കണ്ടത്, ഒരു സ്നേഹവും അനുകമ്പയും അദ്ദേഹത്തോട് കാണിച്ചില്ല. അടുത്തത് ഡോക്ടർ എക്സാമിൻസ് ഹിം സയൻറ്റിഫിക്കലി, ഈ സർപ്രൈസ് ബൈ ഹിസ് വിങ്സ്. ആ ചിറകൊക്കെ കണ്ടപ്പോൾ സയൻറ്റിഫിക് ആയിട്ടില്ല, അയാൾ എങ്ങനെയാണ് എന്താണെന്നൊക്കെ അറിയാൻ ആകാംക്ഷ കൊണ്ട് അദ്ദേഹം ട്രീറ്റ് ചെയ്തു സയൻറ്റിഫിക്കായിട്ട്. പിന്നെയോ അദ്ദേഹം ക്യൂരിയസ് ആയിരുന്നു, അനലറ്റിക്കലായിരുന്നു, ലാക്ക് ഓഫ് ഹ്യൂമാനിറ്റി. ഇതൊക്കെ എന്താണ് സംഭവം, അദ്ദേഹത്തിൻ്റെ ഹാർട്ട് ബീറ്റ് എങ്ങനെയാണ്, ഉള്ളിലത്തെ സൗണ്ടൊക്കെ അറിയാനുള്ള ആകാംക്ഷയായിരുന്നു അയാൾക്ക് കൂടുതലും, ഒരു ഹ്യൂമാനിറ്റി അയാളിൽ ഉണ്ടായിരുന്നില്ല. ഇനി ചൈൽഡ്, കുട്ടി, പ്ലേസ് വിത്ത് ദ ഓൾഡ് മാൻ, ട്രീറ്റ്സ് ഹിം നേച്ചുറലി വിത്തൗട്ട് ഫിയർ. ഓൾഡ് മാനെ എങ്ങനെ ട്രീറ്റ് ചെയ്തു? പ്ലേസ് വിത്ത് ദി ഓൾഡ് മാൻ, അദ്ദേഹത്തെ അയാളുടെ കൂടെ കളിച്ചു, നാച്ചുറലായിട്ട് പേടിയൊന്നും ഇല്ലാണ്ട് അദ്ദേഹത്തെ ട്രീറ്റ് ചെയ്തു. ലവ്ഡ് ഹിം വിത്തൗട്ട് എനി സെൽഫിഷ് ഇൻട്രസ്റ്റ്, അദ്ദേഹത്തെ ഒരു സെൽഫിഷായിട്ടുള്ള സ്വാർത്ഥമായിട്ടുള്ള ചിന്തയും താല്പര്യവും ഇല്ലാണ്ട് അദ്ദേഹത്തെ സ്നേഹിച്ചു. Now prepare a write-up on the basis of above table about the attitude of society to the weak and the vulnerable and the need for compassion and kindness. ഒരു റൈറ്റപ്പ് ലേഖനം തയ്യാറാക്കാൻ വേണ്ടിയാണ് പറയുന്നത്, കുറിപ്പ് എഴുതാൻ വേണ്ടിയാണ് പറയുന്നത്. ഈ തൊട്ട് നേരം നമ്മൾ ഫില്ല് ചെയ്ത ടേബിൾ വെച്ചിട്ട്. ദ സ്റ്റോറി എ വെരി ഓൾഡ് മാൻ വിത്ത് എനോമസ് വിങ്സ് ബൈ ഗബ്രിയൽ ഗ്രേഷ്യ മാർക്കസ് ഷോസ് ഹൗ സൊസൈറ്റി ട്രീറ്റ്സ് ദ വീക്ക് ആൻഡ് വൾണറബിൾ പീപ്പിൾ. ഈ സ്റ്റോറി എങ്ങനെയാണ് വൾണറബിൾ ആയിട്ടുള്ള പാവങ്ങളല്ലേ, ഹെൽപ്ലെസ് ആയിട്ടുള്ള ആൾക്കാരെ എങ്ങനെയാണ് നമ്മുടെ സൊസൈറ്റി ട്രീറ്റ് ചെയ്യുന്നത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റോറിയാണിത്. എഴുതിയതാരാണ്? ഗബ്രിയൽ ഗ്രേഷ്യ മാർക്കസ്. അടുത്തത്, റീഡ് ദിസ് കോൺവെർസേഷൻ ബിറ്റ്വീൻ ആൻ ഏജ്ഡ് മദർ ആൻഡ് ഹെർ കെയർ ഗിവർ ഇൻ ആൻ ഓൾഡ് ഏജ് ഹോം. ഒരു ഓൾഡ് ഏജ് ഹോമിൽ ഒരു വയസ്സായിട്ടുള്ള ഒരു അമ്മയും അയാൾ അമ്മയെ സഹായിക്കുന്ന കെയർ ടേക്കറും അല്ലെങ്കിൽ കെയർ ഗിവറും തമ്മിലുള്ള സംഭാഷണമാണിത് കേട്ടോ. നിങ്ങൾ വായിക്കുക. റിതു ആണ് കെയർ ഗിവർ, അമ്മ മിസ് സുധയാണ്, അവർ തമ്മിലുള്ള സംഭാഷണമാണിത്. ഇനി അതിനെക്കുറിച്ച് പ്രിപ്പയർ എ ഷോർട്ട് സ്ക്രിപ്റ്റ് ഫോർ എ സ്കിറ്റ് ടു ബി പെർഫോംഡ് ഇൻ യുവർ ക്ലാസ് ബേസ്ഡ് ഓൺ ദി എബോ കോൺവെർസേഷൻ. ഈ ഒരു കോൺവെർസേഷൻ വെച്ചിട്ട് ഒരു ചെറിയൊരു സ്കിറ്റ് ക്ലാസ്സിൽ പ്രിപ്പയർ ചെയ്യുക, അല്ലെങ്കിൽ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്കിറ്റ് തയ്യാറാക്കാനാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യാമല്ലോ. നോക്കൂ, ടൈറ്റിൽ കൊടുക്കുക, എ ഹോം ഓഫ് കെയർ, കെയറിൻ്റെ ശ്രദ്ധയുടെ കേന്ദ്രം, വീട് എന്നുള്ള അർത്ഥം. ഒരു ക്യാരക്ടേഴ്സിൻ്റെ പേര് എഴുതാം. ഋതു കെയർ ഗിവർ, സുധ ദി ഓൾഡ് വുമൺ. പിന്നെ സീൻ എന്ന് പറയുന്നത് നടക്കുന്നത് ഓൾഡ് ഏജ് ഹോമിലാണ്. ഇനി നോക്കൂ, സുധ ഈസ് സിറ്റിംഗ് സാഡ്ലി, ഋതു കംസ് ഇൻ. സുധ സങ്കടത്തോടെ ഇങ്ങനെ ഇരിക്കലാണ്, അപ്പോൾ ഋതു വരുന്നു. ഋതു, ഗുഡ് മോർണിംഗ് ആൻറ്റി, ഹൗ ആർ യു? ഗുഡ് മോർണിംഗ് ആൻറ്റി, സുഖമല്ലേ ചോദിച്ചു. സുധ പറയണം, ഐ എം ഓക്കെ, ജസ്റ്റ് മിസ്സിങ് മൈ ഫാമിലി. ഞാൻ ഓക്കെയാണ്, പക്ഷേ എനിക്ക് എൻ്റെ ഫാമിലിയെ മിസ് ചെയ്യുന്നു എന്ന് സുധ പറഞ്ഞു. ഋതു പറയണം, ഐ എം സോറി ആൻറ്റി, ടെൽ മീ വാട്ട് ഈസ് ട്രബിളിങ്. എന്താണ് നിങ്ങളെ കൂടുതലായിട്ട് ടെൻഷൻ അടിപ്പിക്കുന്നത്, എന്തുകൊണ്ടാണ് ഇത്രയും നിങ്ങൾക്ക് ഫാമിലിയെ മിസ് ചെയ്യുന്നത് എന്നോട് പറയൂ എന്ന് പറഞ്ഞു. സുധ, മൈ ചിൽഡ്രൻ ലെഫ്റ്റ് മീ ഹിയർ, എൻ്റെ മക്കൾ എന്നെ ഇവിടെ കൊണ്ടുയാക്കി. ദേ സെഡ് ദേ കനോട്ട് ടേക്ക് കെയർ ഓഫ് മീ, അവർ പറഞ്ഞു അവർക്ക് എന്നെ നോക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. ഐ ഫീൽ വെരി ലോൺലി, ഞാൻ ആകെ ഒറ്റപ്പെട്ടതുപോലെ എനിക്ക് തോന്നുമെന്ന് സുധ പറഞ്ഞു. ഋതു എന്താ പറയുന്നത്? ഐ അണ്ടർസ്റ്റാൻഡ് ആൻറ്റി, യു ആർ നോട്ട് എലോൺ, വി ആർ ഹിയർ വിത്ത് യു. നിങ്ങൾ ഒറ്റയ്ക്കേ അല്ല, ഞങ്ങളെല്ലാവരും ഇവിടെ നിങ്ങളുടെ കൂടെ ഉണ്ട്. ഡു യു റിയലി കെയർ അബൌട്ട് മീ? ഇപ്പോൾ സുധ ചോദിക്കലാണ്, നിങ്ങൾ ശരിക്കും എന്നെ കെയർ ചെയ്യുമോ, എന്നെ ശ്രദ്ധിക്കുമോ, എന്നോട് സ്നേഹമുണ്ടോ നിങ്ങൾക്ക് എന്ന് സുധ ചോദിക്കലാണ്. ഋതു, യെസ് ആൻറ്റി, വി കെയർ ഫോർ യു ലൈക്ക് അവർ ഓൺ ഫാമിലി.
വി വിൽ ഓൾവേസ് ബി വിത്ത് യു. ഞങ്ങളുടെ സ്വന്തം ഫാമിലി, കുടുംബം പോലെ ഞങ്ങളെല്ലാവരും നിങ്ങളെ ട്രീറ്റ് ചെയ്യും, നിങ്ങളെ കെയർ ചെയ്യും, നിങ്ങളെ ശ്രദ്ധിക്കും. ഞങ്ങളെപ്പോഴും നിങ്ങളെ സ്നേഹിച്ചുകൊണ്ടേ ഇരിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ സുധ പറയാണ്, താങ്ക് യു ഡിയർ, ഐ ഫീൽ ബെറ്റർ നൗ. എന്താ പറയുന്നത്, ഒരുപാട് സന്തോഷം, എനിക്കിപ്പോൾ ഒരുപാട് ആശ്വാസം തോന്നുന്നു. എനിക്ക് ആരുമില്ല എന്ന് വിചാരിച്ചിരുന്ന് കെയർ ഗീവറും അല്ലെങ്കിൽ അവിടെയുള്ള ഓർഫണേജ് അല്ലെങ്കിൽ ഓൾഡ് ഏജ് ഹോമിലുള്ള എല്ലാവരും ഉണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ ആ ഓൾഡ് വുമണ് സന്തോഷമായി. ദേ സ്മൈൽ ആൻഡ് സിറ്റ് ടുഗദർ. രണ്ടാളും ചിരിച്ചുകൊണ്ട് ഒരുമിച്ചിരിക്കുന്നു. ഈ ലാസ്റ്റത്തെ ആക്ടിവിറ്റിയാണ് ലുക്ക് അറ്റ് ദ പെയിൻറ്റിങ് കെയർഫുള്ളി. ദ സ്ക്രീം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പിക്ചർ ഇവിടെ പെയിൻറ്റിങ് ഇവിടെ തന്നിട്ടുണ്ട്. എഡ്വേർഡ് മഞ്ച് വരച്ചിട്ടുള്ള ഒരു പെയിൻറ്റിംഗ് ആണ്. ദ സ്ക്രീം എന്ന് പറഞ്ഞാൽ എന്താ, കൂക്കി വിളിക്കുക, അല്ലറി വിളിക്കുക എന്നൊക്കെയുള്ള അർത്ഥമാണ് കേട്ടോ. അപ്പോൾ നമ്മളോട് കെയർഫുള്ളായിട്ട് നോക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇനി അതിനെ ബേസ് ചെയ്തിട്ട് കുറച്ച് 2-3 ക്വസ്റ്റ്യൻസ് താഴെ തന്നിട്ട് നമുക്ക് അതും കൂടി നോക്കാം. എന്താണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കി, വാട്ട് ഡു യു സീ ഇൻ ദ പിക്ചർ? നിങ്ങൾ എന്താണ് ഈ ചിത്രത്തിൽ കാണുന്നത്? നമ്മളെന്താ കാണുന്നത്? ഐ സീ എ പേഴ്സൺ സ്റ്റാൻഡിങ് ഓൺ എ ബ്രിഡ്ജ്. പാലത്തിൻ്റെ മേലെ ഒരാൾ നിൽക്കുന്ന പോലെ തോന്നുന്നു. ഹോൾഡിങ് ഹിസ് ഫേസ് ആൻഡ് സ്ക്രീമിങ്. മുഖം ഇങ്ങനെ പിടിച്ചിട്ട് ഒച്ചത്തിൽ കരയുന്ന പോലെ അല്ലെങ്കിൽ കൂക്കി വിളിക്കുന്ന പോലെ തോന്നുന്നു. ദ സ്കൈ ലുക്സ് സ്ട്രേഞ്ച് ആൻഡ് വേവി. ദർ ആർ എ ഫ്യൂ പീപ്പിൾ ഇൻ ദ ബാക്ക്ഗ്രൗണ്ട് ആൻഡ് എ റിവർ ഫ്ലോയിങ് നിയർ ബൈ. ഒരു റിവർ അവിടെ ഒഴുകുന്ന പോലെ തോന്നുന്നുണ്ട്, കുറച്ച് ആളുകൾ അതിൻ്റെ പുറകെ നിൽക്കുന്ന പോലെ തോന്നുന്നുണ്ട്. ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ ആ പാലത്തിൻ്റെ മേലെ നിന്നിട്ട് ഒച്ചത്തിൽ താടിക്ക് കൈയും കൊടുത്ത് ഒച്ചത്തിൽ അലറുന്ന പോലെ അല്ലെങ്കിൽ കരയുന്ന പോലെ തോന്നുന്നുണ്ട് അല്ലേ? യെസ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഡു യു ഫീൽ വെൻ യു ലുക്ക് അറ്റ് ദിസ് പെയിൻറ്റിങ്? നമുക്ക് എന്താണ് തോന്നുന്നത്? ഈ ഒരു പിക്ചർ കാണുമ്പോൾ നമുക്ക് എന്താണ് തോന്നുന്നത്? ഐ ഫീൽ ഫിയർ, സാഡ്നെസ് ആൻഡ് ആങ്ഷൈറ്റി വെൻ ഐ ലുക്ക് അറ്റ് ദിസ് പെയിൻറ്റിങ്. ഇറ്റ് ഗിവ്സ് എ ഡിസ്റ്റർബിങ് ആൻഡ് അൺഈസി ഫീലിംഗ്. ഇത് കാണുമ്പോൾ നമുക്ക് ആകെ എന്തോ ഒരു ടെൻഷൻ പോലെ തോന്നുന്നല്ലേ? എന്തിനാണ് അയാൾ ഇങ്ങനെ കരുതുന്നുണ്ടാവുക, എന്തിനായിരിക്കും ആ പാലത്തിൻ്റെ മേലെ അയാൾ കയറി നിൽക്കുന്നുണ്ടാവുക എന്നൊക്കെയുള്ള ഒരു ഫീലിംഗാണ് നമുക്ക് തോന്നുക. ആകെ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യുന്ന ഒരു ഫീലിംഗാണ് കിട്ടുന്നത് ഈ ചിത്രം കാണുമ്പോൾ. അടുത്തതോ, ഈസ് ദ സ്ക്രീം കോസ്ഡ് ബൈ ഫിയർ, ആങ്ഷൈറ്റി ഓർ ഡിസ്പെയർ? വാട്ട് ഡു യു തിങ്ക്? എന്താ ചോദിക്കുന്നത്? ഈ ഒച്ചത്തിൽ സ്ക്രീം ചെയ്യുന്നുണ്ടല്ലേ, അത് എന്തുകൊണ്ടുണ്ടായതാണ്? പേടി കൊണ്ടായിരിക്കുമോ, അല്ലെങ്കിൽ ആകാംക്ഷ കൊണ്ടായിരിക്കുമോ, അല്ലെങ്കിൽ നിരാശ കൊണ്ടായിരിക്കുമോ? നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നാണ് ചോദിക്കുന്നത്. നമുക്ക് എഴുതാം, ഐ തിങ്ക് ദ സ്ക്രീം ഈസ് കോസ്ഡ് ബൈ ആങ്ഷൈറ്റി ആൻഡ് ഫിയർ. ദ പേഴ്സൺ ലുക്സ് വെരി ഡിസ്റ്റർബ്ഡ് ആൻഡ് സീംസ് ടു ബി ഇൻ ഡീപ്പ് ഇമോഷണൽ പെയിൻ. എന്തോ ഒരു ഇമോഷണൽ പെയിനുള്ള ഒരു മനുഷ്യനെ പോലെ തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് പേടിയും ആങ്ഷൈറ്റിയൊക്കെ കാരണമുണ്ടായ സ്ക്രീം, കൂക്കി വിളിക്കുക അല്ലെങ്കിൽ ഒച്ചപ്പാടാണത്, നമുക്ക് കരച്ചിലാണത് നമുക്ക് ഊഹിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അത് എഴുതുക അവിടെ കേട്ടോ. ഇത് എനിക്ക് തോന്നുന്നത് ഞാൻ എഴുതിയതാണ്. ഓക്കെ, യെസ്. നാലാമത്തത്, ഇഫ് ദ സബ്ജക്റ്റ് ഓഫ് ദ പെയിൻറ്റിംഗ് വർ ടു സ്പീക്ക്, വാട്ട് വുഡ് ഹി ഓർ ഷീ സേ? ഇത് സംസാരിക്കുക എന്നുള്ളതായിരുന്നു അവിടെ വിഷയമെങ്കിൽ അവിടെ നിന്നിരിക്കുന്ന ആ മനുഷ്യൻ എന്തായിരിക്കും സംസാരിച്ചിട്ടുണ്ടാവുക? അപ്പോൾ ഇങ്ങനെ പറയാം, ഐ ഫീൽ സ്കെയർഡ് ആൻഡ് അലോൺ. എനിക്ക് വളരെ പേടി തോന്നുന്നു, ഒറ്റപ്പെട്ടതായിട്ട് തോന്നുന്നു. എവറിത്തിങ് അറൗണ്ട് മീ ഈസ് കൺഫ്യൂസിങ് ആൻഡ് ഓവർവെൽമിങ്. എനിക്ക് ചുറ്റുമുള്ളതെല്ലാം എനിക്ക് പേടിപ്പെടുത്തുന്ന കാര്യങ്ങളായി തോന്നുന്നു. ഐ കനോട്ട് ബെയർ ദിസ് ഫിയർ എനിമോർ. എൻ്റെ ഈ പേടി എനിക്ക് ഒരിക്കലും ഇനി ബെയർ ചെയ്യാൻ പറ്റില്ല, താങ്ങാൻ പറ്റില്ല, സഹിക്കാൻ പറ്റാത്തതാണ് എന്നൊക്കെ ആയിരിക്കും ആ പേഴ്സൺ നമ്മളോട് പറയുക. അപ്പോൾ അത്രയേ ഉള്ളൂ. എൻ്റെ ആക്ടിവിറ്റീസ് കഴിഞ്ഞിട്ടുണ്ട്. സോ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക.